ഫെഡെ വാൽവേർഡെ വാട്ട് എ പ്ലെയർ. പരുന്തെന്ന് വെറുതെ ഒന്നും അല്ല അവനെ വിളിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും ഉറുഗ്വേ ഇംഗ്ലണ്ട് മത്സരത്തിനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. മറ്റ് മത്സരങ്ങളും കണ്ടു, ജർമ്മനിയുടെ മാച്ച് കണ്ടു, അതുപോലെ തന്നെ സ്പെയിൻ്റെ മാച്ച് കണ്ടു. എന്നാലും ഈ മാച്ചാണ് എനിക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നിയ ഒരു മാച്ച്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ 3 പോയിന്റ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെഡെ വാൽവേർഡെ എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ചാണ്. ഒറ്റ കാര്യമുള്ളൂ, വാട്ട് എ പ്ലെയർ ഈസ്. ഒന്നും പറയാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ പറയുന്ന പോലെ തന്നെ ക്ലബ്ബിൽ പെർഫോം ചെയ്യുന്ന ഒരു 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 പെർഫോമൻസ് ലെവൽ ഈ പറയുന്ന പോലെ നാഷണൽ ടീമിലേക്ക് വരുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്നാൽ വാൽവേർഡയുടെ കേസിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എവിടെയാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ശരി, മച്ചാൻ്റെ പെർഫോമൻസ് ആ ലെവലിൽ തന്നെ കാഴ്ചവെക്കും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനിടയിൽ റിയൽ മാഡ്രിഡ് ബാഴ്സലോണ മാച്ച് പോലെ ഒരു വാൽവേർഡെ റാഷ്ഫോർഡ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി എന്നുള്ളതും ഒരു സാധനം തന്നെയാണ്. എന്നാലും രണ്ടാമത്തെ പോയിന്റ്, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ റഫീനിക്ക് പരിക്കല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ തന്നെ റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഓരോ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇംഗ്ലണ്ട് ഈസ് ബീയിങ് ഓർ ബിക്കമിങ് ഓ ബെറ്റർ സൈഡ്. എപ്പോഴും ഒരു ബെറ്റർ സൈഡ് തന്നെയാണ് അവർ. പക്ഷേ എന്നാൽ പോലും കോച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിഫറൻസ് അത് അടിപൊളിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ കോച്ചിന് ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എവിടെയൊക്കെയോ ഇംഗ്ലണ്ടിൻ്റെ മാച്ചുകൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത് ഈ ഒരു മാച്ച് വെച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് എന്നുള്ളതാണ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഇന്നലെ ഫിൽ ഫോർഡിനെതിരെ ഉണ്ടായിരുന്ന ഫൗൾ, അരോഹോയ്ക്ക് എന്തുകൊണ്ടൊരു കാർഡ് പോലും കൊടുത്തില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫൗളായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഒരു റെഡ് കാർഡ് ഒഫൻസ് അല്ലേ എന്നൊക്കെ പേഴ്സണലി എനിക്ക് തോന്നി കേട്ടോ. ഇതിന് താഴെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം, ഞാൻ റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെതിരെ മാത്രമേ പറയുള്ളൂ എന്നുള്ള കമൻറ്റും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഇത് പറയാനായിട്ട്. ഇത് ഒരു ബാഴ്സലോണ ആരാധകനായി കൊണ്ട് തന്നെ പറയുകയാണ്. അത് ഒരു വല്ലാത്തൊരു ഫൗളായിരുന്നു. കാർഡ് കൊടുക്കാത്തത് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ.